നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടുതൽ അന്വേഷണത്തിലേക്കെന്നാണ് പുതിയ സൂചനകൾ വരുന്നത്. വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റിന് വരെ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത്. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി 1-ാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ 2-ാം പ്രതിയും കമ്പനിയുടെ സീനിയർ മാനേജർ 3-ാം പ്രതിയും സീനിയർ ഓഫീസർ 4-ാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് 5-ാം പ്രതിയും വീണ വിജയൻ 6-ാം പ്രതിയുമാകുമെന്നാണ് സൂചനകൾ വരുന്നത്. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. ആദ്യ 4 പ്രതികൾ ഈ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തന്നെ. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ, അതായത് SFIOയുടെ പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഇപ്പോൾ തന്നെ ഈ അന്വേഷണം നടക്കുന്നത്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എന്ന് ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് CMRLും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിൻ്റെയാണ് ഇക്കാര്യത്തിൽ ED ഇപ്പോൾ വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്നത്. അതായത് ഈ എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം ലഭിക്കാത്തതിനാൽ ഇതൊരു കള്ളപ്പണ ഇടപാടായാണ് മാസപ്പടിയെ കാണുന്നത് തന്നെ. സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, രജിസ്റ്റർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും ED മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുകയും ചെയ്യും. അതേസമയം പ്രതികളാകാൻ സാധ്യതയുള്ളവർ അറസ്റ്റ് ഒഴിവാക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തി തുടങ്ങിയത്. സേവനത്തിൻ്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയത് അത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള നിയമോപദേശം വരെ. അതായത് ഈ PML ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റകൃത്യത്തിൽ നിന്ന് കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ അത് വരും. ഈ കേസിൽ അതില്ല എന്നുള്ളതാണ്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ PML ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം അത് കണ്ടെത്തിയിട്ടില്ലെന്ന നിയമോപദേശം CMRLന് അടക്കം ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീണയെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി 1-ാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ 2-ാം പ്രതിയും കമ്പനിയുടെ സീനിയർ മാനേജർ 3-ാം പ്രതിയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സീനിയർ ഓഫീസർ 4-ാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് 5-ാം പ്രതിയും വീണ വിജയൻ അപ്പോൾ സ്വാഭാവികമായിട്ടും 6-ാം പ്രതിയുമാക്കും എന്നാണ് നമുക്കുള്ള സൂചനകൾ. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യലാണ് ഇതിനു മുൻപ് നടന്നതും ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത്. ആദ്യ 4 പ്രതികൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരാണ്. അതാണല്ലോ അതിൻ്റെ റിപ്പോർട്ട്. കാരണം ആദ്യത്തെ 4 പേർ ആ തരത്തിലാണ്. ഈ SFIOയുടെ പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം ഈ എക്സാലോജിക്കും ഈ കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളുണ്ട്. ആ ഇടപാടിൻ്റെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ പരാതി അത് നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നതും അന്വേഷണം ആരംഭിച്ചതും ഇതിൻ്റെ നിയമവിരുദ്ധതയൊക്കെ ചർച്ചയാക്കാൻ വേണ്ടി CMRLൊക്കെ ശ്രമിച്ചത്. ഇതിനിടെയാണ് വളരെ കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തിക്കൊണ്ട് ED മുൻപോട്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വളരെ തൃപ്തികരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. കള്ളപ്പണ ഇടപാടായാണ് മാസപ്പടിയെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനകത്തേക്ക് എത്തപ്പെടുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വീണ വിജയനും ആയിട്ടുള്ള മൊഴിയെടുക്കലുകൾ തന്നെയാണ് നടത്തേണ്ടതും. അപ്പോൾ ഈ 1 കോടി രൂപ 1,72,00,000 രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ള ഒരു സാഹചര്യം വരില്ലെന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അപ്പോൾ അവരൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനി മുമ്പോട്ട് കൊണ്ടുപോവുക? അതായത് ഈ PML ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങൾ ഇത് വരുന്നില്ല എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത്. കുറ്റകൃത്യത്തിൽ നിന്ന് കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായിട്ട് തെളിയണം. അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണിത് അതിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഇനി 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ PML ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ലെന്ന നിയമോപദേശം CMRLനടക്കം കിട്ടുകയും ചെയ്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അവർ കരുതുന്നത് ഇനി വരുന്ന യാത്രകളിൽ മുന്നോട്ട് ആ നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ റിപ്പോർട്ടിൽ പറയുന്ന പോലെ 1,72,00,000 രൂപ എന്ന് പറയപ്പെടുന്നത് യാതൊരു സേവനവും നൽകാതെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് ചേതോ വികാരം എന്നറിയേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1,72,00,000 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വീണ വിജയൻ അടക്കം പറയേണ്ടതുണ്ട്. വാങ്ങിയ ആൾ, കൊടുത്തയാൾ, ഇവർ തമ്മിലുള്ള ഈ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയായിരിക്കും വീണ വിജയൻ്റെ അറസ്റ്റിലേക്കുള്ള സാധ്യതകൾ നീളുന്നതും. അല്ലെങ്കിൽ ആ മൊഴികളുടെ വൈരുദ്ധ്യം കണ്ടതിന് ശേഷമായിരിക്കും അറസ്റ്റ് എപ്പോൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്.